ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ട് ആണ് ഞാൻ ചർച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളം ചില ധാർമ്മികവും മാനുഷികവുമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സാമൂഹ്യ ഇടപെടൽ നടന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും ആദ്യമൊക്കെ പിടിച്ചിരുന്നു, ഒന്നും പറയണ്ടെന്ന് ഓർത്ത്. പക്ഷേ ഇപ്പോൾ പറയണമെന്ന് തോന്നിത്തുടങ്ങി. കാരണം നമുക്കറിയാം, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ആ ഇഷ്ടപ്പെടുന്ന ആ നടന്മാർക്ക് വേണ്ടി നമ്മൾ പലതും തിരിച്ചു. എന്തിനാ യുവാക്കൾ പോലും ഈ 10, 60, 70 വയസ്സുള്ള ആളുകൾ നടക്കുന്ന പോലെ നടക്കുന്നത്, കഷ്ടപ്പെട്ട് നടക്കുന്നത്, ആ സ്റ്റൈല് സ്വീകരിക്കാൻ വേണ്ടി. ആക്ച്വലി യൗവനക്കാരൻ്റെ നടപ്പ് എന്ന് പറഞ്ഞാൽ തുടിപ്പുള്ളതും ഒരു കുതിരയെപ്പോലെ വികൃതിയുള്ളതും സ്പീഡുള്ളതുമായിരിക്കും. അത് കളഞ്ഞിട്ട് കാരണം ഈ അനുകരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ കുറേ പുതിയ നടന്മാർ വന്ന് കുറേ ഒക്കെ അങ്ങ് മാറിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കോളേജ് കുമാരന്മാരായിട്ട് കാണാമായിരുന്നു അല്ലേ. ഞാൻ വിമർശിക്കുകയല്ല, ഓരോ പ്രായത്തിൽ എടുക്കേണ്ട മാറ്റം എടുക്കാത്തത് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എനിക്കോ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. 4.5 വർഷം കാലം അതിൻ്റെ നിയമവശങ്ങളെപ്പറ്റിയും ഗൗരവമുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്കറിയാം, വളരെ ഗൗരവമുള്ള വിഷയം, ചുമ്മാ അങ്ങ് പറയാൻ പറ്റത്തില്ല. സമൂഹത്തിൽ വളരെ പടർന്നു നിൽക്കുന്നൊരു വ്യവസായ ശൃംഖലയാണ് സിനിമ. നമുക്കിപ്പം ധാരാളം എല്ലാ ജില്ലയിലും ബീച്ചോ അങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് വിനോദം എന്ന് പറയുന്ന സിനിമ, അതിനെ തച്ചുടയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് അത് പഠിക്കാൻ ശ്രമിച്ചത്. DGPയുടെ ഉത്തരവ് വാങ്ങി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഉത്തരവ് വാങ്ങി ഒക്കെ അങ്ങനെ വന്നു. എനിക്ക് ഇപ്പോൾ റൈറ്റ് ടൈമിൽ അത് പുറത്ത് വന്നിരിക്കുക. അപ്പോഴാണ് കലാകേരളം, കലയെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ കരച്ചിൽ പുറത്തോട്ട് വന്നത്. വലിയ വലിയ ഗോപുരങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കും, ഇനിയും വീഴും. പ്രിയമുള്ളവരെ, ഇനി ഒരിക്കലും ഒരു കലാകാരിയാകാൻ ആഗ്രഹിക്കുന്ന മുമ്പോട്ട് വരുന്നൊരു പെൺകുട്ടിക്ക് അല്ലെ ആൺകുട്ടിക്ക്, ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് ഈ സംഭവം ഉണ്ടായിരുന്നു. മേലിൽ അവൻ തിരിഞ്ഞു. ഇപ്പം ബസ്സിലൊക്കെ കയറി എങ്ങനെ ആൺപിള്ളേർ ഓടുക പുറകോട്ട്. എന്താ ആളുകൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവന്മാരനങ്ങത്തില്ല. എത്ര മാത്രം ശ്രമിക്കുന്നു അത്രമാത്രം അവൻ പുറത്തോട്ട് പോകും. അപ്പോൾ ഓരോ ഈ പറഞ്ഞ സിനിമാ നടന്മാരുടെ ആണെങ്കിലും സംവിധായകന്മാരുടെ ആണെങ്കിലും നിർമ്മാതാക്കളുടെ ആയാലും കുടുംബാംഗങ്ങളും കൂടെ വീട്ടിൽ നിന്ന് പോകുമ്പം ചേട്ടാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ഓർപ്പിച്ച് വിട്ടാൽ അവർ ആവശ്യമില്ലാത്ത അവരുടെ ആ ഒരു മ്ലേച്ഛ ചിന്തകളിൽ നിന്നൊക്കെ മോചിതരാകുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബിനികളും കുടുംബനാഥന്മാരും 2 സെറ്റിലും ഉണ്ട് വേണ്ട ആവശ്യക്കാർ. അപ്പം പുരുഷനെയും സ്ത്രീയും പ്രത്യേകം തിരിക്കേണ്ട എല്ലാവരും ഈക്വൽ ജെൻഡേഴ്സ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഒരു നരിയും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഏത് നരിയാണെങ്കിലും നരിച്ചീറാണെങ്കിലും സിംഹത്തിൻ്റെയും പുലിയിലൊന്നും പേരിടാൻ പറ്റത്തില്ല. ഇത് വൃത്തികെട്ടവന്മാരോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പം പറയുന്നത് ഒരു 100-1 മാത്രമാണ്. ജീവിതം നശിച്ചു പോയി ആത്മഹത്യ ചെയ്ത പെൺപിള്ളേരൊക്കെ ഒത്തിരി ഉണ്ട്. മാനക്കേട് കാരണം കുടുംബം അടക്കം ആത്മഹത്യ ചെയ്തവരുണ്ട്. അപ്പം ഇതൊരു ചെറിയ തൻ്റെടികളായിട്ടുള്ള പെൺപിള്ളേർ മാത്രമേ മുമ്പോട്ട് വന്നിട്ടുള്ളൂ. പതുങ്ങിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും തൻ്റെ നഷ്ടസ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ ആരോഗ്യവും ഇവനൊക്കെ ഈ വിദേശത്ത് കൊണ്ടുവരുന്ന മരുന്നൊക്കെ ഉപയോഗിച്ച്, അതായത് ഒരു കാളയെ പോലെയാണ്. ഒരു മനുഷ്യത്വപരമായ രീതിയിലൊന്നും അല്ല ഈ പീഡനമൊക്കെ നടന്നിരിക്കുന്നത്. വളരെ അതായത് 6-7 മണിക്കൂർ ആരോഗ്യം വീണ്ടെടുക്കാവുന്ന സ്പ്രേയും കെമിക്കലും ഒക്കെ കഴിച്ചിട്ടാണ് ഇവന്മാർ ഈ കോപ്പറായി കാണിക്കുന്നത്. അപ്പം ഒരു പ്രദേശം മുഴുവൻ തകർത്തെറിഞ്ഞ് ഒരു കരിമ്പൻകാട്ടിലേക്ക് ആനയെ വിടുന്ന പോലെയാണ്. ആലോചിച്ച് എനിക്ക്. അപ്പോൾ ഇവനെയൊക്കെ വിടാൻ പറ്റുമോ? എന്തായാലും ഗവൺമെൻറ് അതാര് തന്നെയാണേലും, എത്ര വലിയ കൊമ്പനാണേലും നടപടിയെടുക്കണം. അവനെ ജയിലിൽ അടയ്ക്കണം. മേലിൽ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കാൻ ഇടവരരുത്. അതിന് തുനിയുന്നവൻ അപ്പോഴേ അത് വിവരം മനസ്സിലാക്കണം. എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി, പിന്നെ ഗവൺമെൻറ്റും തയ്യാറായിക്കോളും. എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പബ്ലിക് ഇഷ്യൂ
വരുമ്പം അത് ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ജനങ്ങൾ ഒരുപോലെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടില്ലേ, തീരുമാനങ്ങൾ ചടുലതയായി. ഓഫീസർമാരൊക്കെ പൊങ്ങി വന്നു, വനിതാ ഓഫീസർമാർ മിടിമിടുക്കികൾ വന്നു. അപ്പം ഇനി നിയമത്തിൻ്റെ കാര്യങ്ങളിൽ അവർ സുരക്ഷ, പക്ഷേ ജനം കൂടെ നിൽക്കണം. പത്രമാധ്യമങ്ങൾ അവർ അതിൻ്റെ ആ ഒരു അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് വാർത്തകൾ കൊടുക്കണം. തീരെ താഴ്ന്നു പോകരുത്. കുടുംബമൊക്കെ കാണുന്ന, കുട്ടികൾ കാണുന്ന നിർത്തേണ്ടത് കൈകാര്യം ചെയ്യണം എന്നാണ് ഇത്തരണത്തിൽ പറയാൻ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒന്നൊന്നായ പുഴിക്കുത്തുകളെല്ലാം നീങ്ങി പോവുക അല്ലേ. അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേറ്റായിട്ട് മാറുക. ഈ ഫിലിം ഫീൽഡിൽ കേരളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ക്ലിയറാക്കപ്പെടുന്നതിന് മുന്നോടിയാണ്. കേരളം എന്തിനും മോഡലല്ലേ. യെസ്, കേരളം ഒരു ഗോഡ്സ് ആൻഡ് കൺട്രി, എല്ലാവർക്കും മോഡൽ, ഏത് വിഷയത്തിലും. ഇപ്പോൾ ഇവിടെ വിദേശത്ത് ആളുകൾ വന്നിറങ്ങാൻ ഒരു പേടിയില്ല അവർക്ക്. എന്താ, അവരുടെ നാട്ടിലെ പോലെ ഇംഗ്ലണ്ടിലെയോ അമേരിക്കയിലെയോ ഓസ്ട്രേലിയയിലെയോ ഓഷ്യായിലെ ഒരു ഗ്രാമത്തിൽ വന്നിറങ്ങുന്ന പ്രതിയിൽ അവർ വരുന്ന. കാരണം ഇവിടുത്തെ ജനങ്ങൾ അത്രയും സോഫിസ്റ്റിക്കേറ്റഡാണ്, എഡ്യൂക്കേറ്റഡാണ്, കൾച്ചേർഡാണ്. അവരെ ആവശ്യമില്ലാതെ തുറിച്ച് നോക്കുന്ന പോലും ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പണ്ടൊക്കെ യൂറോപ്യൻസ് വരുമ്പം ആണുങ്ങളെന്തോ എന്നുവെച്ചാൽ പണ്ടൊക്കെ ഈ നമ്മുടെ വസ്ത്രം കണ്ട പെൺപിള്ളേർക്ക് 2 കാലുണ്ടെന്ന് തോന്നുന്നു, 1 കാലുണ്ടെന്നല്ലേ തോന്നുന്നു. അങ്ങനത്തെ കുഴൽ പോലത്തെ ഡ്രസ്സല്ലേ. ഇപ്പോൾ 2 കാലുണ്ടെന്ന് അതുകൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം വിദേശത്ത് നിന്ന് വന്നവരാരും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ്. അവർക്ക് അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. ഞങ്ങൾ ഒരു പ്രസ്റ്റീജ് പീപ്പിളായിട്ട് കാണുന്നില്ലല്ലോ ജനം. സാധാരണക്കാരിലൊരു സാധാരണക്കാരനായി മാത്രമേ ഞങ്ങളെ കാണുന്നുള്ളൂ എന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്കൊരു തോന്നലുണ്ട്. കാരണം ഈ 3-ാം ലോക രാജ്യങ്ങളിലും പട്ടിണി രാജ്യങ്ങളിലൊക്കെ ഇവരൊക്കെ ഇവറ്റകളൊക്കെ ചെല്ലുമ്പം ജനങ്ങൾ വലിയ സാക്കൂതം വീക്ഷിക്കും. എന്തോ പ്രസ്റ്റീജ് ഇപ്പോൾ അതില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എസ്പെഷ്യലി കേരള വളർന്നു പോയി. നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ നമ്മളെക്കാൾ സാമ്പത്തികം കുറഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് വിരുന്നിന് വരുന്നവനാണെന്നറിയാം. കോടീശ്വരന്മാർ തന്നെയല്ല വരുന്നത്. കോടീശ്വരന്മാർ വരുന്നുണ്ട്, ഇല്ലെന്നല്ല. അതുപോലുള്ള കേന്ദ്രങ്ങൾ, അവരൊന്നും ഹൈഡ് ഔട്ട്സ് ഉണ്ട്, അതിന് പുറത്തോട്ട് വരത്തില്ല. കേരളത്തിൽ വന്നാലും ഏറ്റവും മുന്തിയ ഹോട്ടലിലും മുന്തിയ റിസോർട്ടിലും അവർ പോകുന്നു. അവിടെ അവർക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സാധാരണക്കാരിറങ്ങി വരുന്നത് അവർക്കാണ് ഈ ഖിന്നത. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ നമ്മളത്ര ഉയർന്നു എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിനും ഭാരതത്തിനും ഒരു മോഡലാണ്. എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ അതിൻ്റെ അനുബന്ധമായ പ്രവർത്തനങ്ങൾ നടക്കണം. ഇപ്പം ഒരു തമിഴ്നാട്ടിലെയോ ഒരു മഹാരാഷ്ട്രയിലെയോ ഒരു ആസാമിലെയോ പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചാലും ഇതേ വേദന തന്നെ നമുക്കുള്ളതല്ലേ. നമ്മളെല്ലാം ഭാരതീയരാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി വന്നാൽ ഒരു നിയമം ഉണ്ടാക്കണം. അത് പരീക്ഷിക്കപ്പെടണം. ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഗവൺമെൻറ് ഡെപ്യൂട്ടി കളക്ടറിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു ടീം ഓഫ് ഒരു ഉദ്യോഗസ്ഥ, ഒരു ക്ലർക്ക്, ഒരു പിയൂൺ, മതി ഒരു ഗൺമാനെ കൂടെ കൊടുക്കണം ആദ്യഘട്ടത്തിൽ. കാരണം ചെല്ലുന്ന ഡെപ്യൂട്ടി കളക്ടർ ഒരു സുന്ദരിയായിരിക്കും അല്ലെങ്കിൽ സുന്ദരനായിരിക്കും. അതുകൊണ്ട് അവരുടെ സുരക്ഷയും കൂടെ നോക്കണം. ഒരു ഗൺമാനെ കൂടെ കൊടുക്കണം, ഹോൾഡിങ് ഗൺ. എന്നിട്ട് അത് ഷൂട്ടിംഗ് തരുന്ന നമ്മൾ അവിടെ ഇരിക്കണം. ഒരു ഓഫീസ് അത് ആ നിർമ്മാതാവിൻ്റെ ചുമതലയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഒരു കാരവാൻ ഇവർക്ക് കൊടുക്കണം. അതിലവർക്ക് ഇരിക്കാമല്ലോ. പരാതി കൊടുക്കാം, അവർക്ക് നിരീക്ഷിക്കാം. ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, മൂത്രപ്പുരയുണ്ടോ എന്നൊക്കെ നോക്കാം. അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നാൽ പിന്നെ എല്ലാ സ്റ്റേറ്റിലും വരും. അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളും നിയമം കൊണ്ടുവരണം. അങ്ങനെ ഈ പ്രശ്നത്തെ ഇനി ഒരുത്തനും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടരുത്. അങ്ങനെ വന്നാൽ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഈ സിനിമാ ഫീൽഡിലൊന്നും പോകാത്ത ഒത്തിരി കുട്ടികളുണ്ട്, കഴിവുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. അവരൊന്നും വരാത്ത ഇത്തരം കാര്യങ്ങൾ കഥ കേൾക്കുന്നതുകൊണ്ടാണ്. മാന്യമായി വന്ന് രക്ഷപ്പെട്ട് പോയാൽ പോലും ചീത്തപ്പേര് കേൾക്കും എന്നുള്ളതുകൊണ്ട് അവരൊന്നും വരാത്തത്. അപ്പോൾ ധാരാളം കലാകാരികളും കലാകാരന്മാരും നമുക്ക് മുന്നിൽ മറഞ്ഞിരിക്കുകയാണ്, പേടിച്ചിട്ട് നാണക്കേട് കൊണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പോട്ട് വരും. മാന്യമായി തൊഴിലിടമുണ്ട്, സൗകര്യമുണ്ടെന്ന് കണ്ടാൽ അവർ വരും. അവർ മത്സരിക്കട്ടെ പ്രഭോ, അവരെ അതിനെ അനുവദിക്കൂ. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോടും ഈ നാടിനെ നയിക്കാൻ ജനങ്ങളാൽ ചുമതലപ്പെട്ട സർക്കാരിനോടും പറയാനുള്ളത്, കർശനമായ നടപടികൾ എടുക്കണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഏതൊരുത്തനാണേലും മേലിൽ ഒരുത്തൻ ഇത് ചെയ്യരുത്. ഇത് ചെയ്യുക വഴി നാം ചെയ്യുന്നത് എല്ലാ ഫിലിം ഫീൽഡിലും, ബോളിവുഡ് ആണേലും ഹോളിവുഡ് ആണേലും ഏത് ഇപ്പം നമുക്കറിയാം വളരെ മ്ലേച്ഛമായ റിപ്പോർട്ടുകളാണ് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നത്.
കേരളത്തേക്കാൾ. അപ്പം അത് കൂടി ഇന്ത്യക്കാകെ മാതൃകയായിക്കൊണ്ട് നല്ല നീക്കം നടത്തണമെന്നാണ് പറയാനുള്ളത്. ജനങ്ങൾ ഉത്സുകരായിരിക്കണം. ഈ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന വേദിയിൽ ഒരു ചെറിയ ഒരു കണ്ണ് പോകണം. വൃത്തികേട് കാണിക്കുന്നതിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ കരുത്തുള്ള ചെറുപ്പക്കാർ ഉയർന്നു വരണം. അപ്പം അത് ഞാൻ നിയമം കയ്യിലെടുക്കാനല്ല പറയുന്നത്, ഒരു ദൃഷ്ടിയുണ്ട്, ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്തരം കശ്മീരന്മാർ അവന്മാരുടെ ആ ചിന്താഗതിയൊക്കെ പോക്കറ്റിലിടും. അവർ അതിന് അമ്മമാരെ പ്രീണിപ്പിക്കും. പല തന്ത്രങ്ങളുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട തൊഴിൽക്കാരനാണ്. എനിക്കൊരാളെ അറിയാം, ക്യാൻസർ വന്നാണ് മരിച്ചത്. അവൻ്റെ ആ ഒരു പ്രതാപവും അവൻ ഒത്തിരി കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുകയാണ് ചെയ്തത്. ട്രെയിൻ യാത്രയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ഈ നാട്ടിലെ നടന്മാരെ പറ്റി നടിമാരെ പറ്റി ചോദിക്കാതെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കരഞ്ഞുപോയി. അതാണ് അങ്ങനെ അതിലൊരുത്തൻ എനിക്കറിയാം, വലിയ ചെറുപ്രായത്തിൽ എറണാകുളത്തുള്ള അവൻ മരിച്ചുകൂടെ പോയി. രണ്ട് ക്യാൻസറോ കുഷ്ഠമോ ഒന്ന് മരിച്ചുപോയി വൃത്തികെട്ട്. നമ്മൾ ശ്രദ്ധയോടെ കൂടി പോകണം. എന്തായാലും കലാകേരളത്തിന് ഒരു നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കണം. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ, പോസിറ്റീവ് ഡേ. താങ്ക് യു.